അമ്മയുടെ ഗ്രാൻഡ് ഫാദറിന്റെ അമ്മയുടെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് പെട്ടെന്ന് അമ്മയെ മറന്നുപോയി. അപ്പൊ ലെറ്റ്സ് ഗോ. കഴിച്ചിട്ട് സംസാരിച്ചോളൂ. ഞാനാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് ശരി. രമ ചേച്ചി അടിപൊളിയാണ്, അവര് സംസാരിക്കുന്നത്. അങ്ങനെ ഒരാളെ എപ്പോഴും മെൻഷൻ ചെയ്താറുണ്ട്. ഒരു ഫേവറേറ്റ് സിബ്ലിംഗ്. ചെറിയൊരു അടിക്കുള്ള വകയാണ്. അപ്പൊ ഇത് കഴിയുമ്പോ വരും പറയേ, ഇന്നലെ എന്റെ പേര് പറഞ്ഞില്ലല്ലേ. അമ്മയുടെ അവിയൽ അല്ലെങ്കിൽ അമ്മയുടെ അങ്ങനെ ഏതാ? കൂർക്കുപ്പേരി. പിന്നെ അത് പലരും വെക്കും, പക്ഷെ എനിക്ക് അമ്മ വെക്കുന്നതാണ് കഴിവുണ്ട് എന്നുള്ളത്. അതായത് ചെറുപ്പത്തില് ഞാൻ പറയാം, ചക്കരമുത്ത് തൊട്ട് തന്നെ ആക്ടിങ് ചെയ്യുമ്പോഴും അവളുടെ ശ്രദ്ധ മുഴുവൻ ക്യാമറയുടെ ബാക്കിലേക്ക് പോകും. അവിടെ സാറിന്റെ കൂടെ പോയി നിന്ന് നോക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. ലോഹിത സാറിന്റെ. അമ്മയുടെ ഫേവറേറ്റ് ആക്ടർ? ഹിന്ദി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദിയാണ്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഒരു ഇതായിട്ട് മൈൻഡിൽ കൊണ്ടടക്കുന്ന ഒരു ഹാപ്പി മൊമെന്റ്സ് ആണ് അതൊക്കെ. കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല, എന്റെ പക്വത തന്നെയാണ് കൃത്യമായി കിട്ടിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും. ഇല്ലെങ്കിൽ ദൈവങ്ങൾ, ഇല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോസ് ഇടില്ല. അല്ല, അങ്ങനെ അതിന് സാധ്യത വിശ്വാസിയല്ല. അങ്ങനെ ഭയങ്കര ഒരു അമ്പലവാസി അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് മാത്രം. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതെ, അതിന്റെ സന്തോഷം എനിക്കുണ്ട്. അപ്പൊ അമ്മ എന്തേലും സംസാരിച്ചു, അമ്മേനെ സംസാരിക്കാൻ വിട്ടോന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ക്യാപ്പിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഈ മീൻസ് ലൈക്ക് അപ്പൊ ഇപ്പൊ ജയശ്രീ ഇനീഷ്യലി സിനിമയിൽ വന്നപ്പോ എല്ലാവരും നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക ഓക്കെ ഇനിയിപ്പം നെക്സ്റ്റ് ഒരു ആക്ട്രസ് ആയിട്ട് ചെയ്യും. മീൻസ് ഐ മീൻ നോട്ട് ലുക്ക് വൈസ് ബട്ട് പെർഫോമൻസ് വൈസ് ആണെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്. അപ്പൊ പെട്ടെന്ന് എനിക്കില്ല അസിസ്റ്റ് ചെയ്യണം, മഹാവീരന്റെ സെറ്റിൽ ജോയിൻ ചെയ്യുന്നു, എബിൾ ഷൈൻ സാറിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് ആക്ടിങ് അല്ലാണ്ട് ബിഹൈൻഡ് ദ ക്യാമറ അല്ലെങ്കിൽ ഡയറക്ഷൻ അങ്ങനെ ഒരു സംഭവം പിടിച്ചല്ലോ. അപ്പൊ അമ്മയ്ക്ക് എന്ത് തോന്നി ഫസ്റ്റ് ഇനീഷ്യലി ഇത് കേട്ടപ്പോ അസിസ്റ്റ് ചെയ്യാൻ പോവാണ്? അല്ല, എനിക്ക് അറിയായിരുന്നു ഇവൾക്ക് കഴിവുണ്ട് എന്നുള്ളത്. അതായത് ചെറുപ്പത്തില് ഞാൻ പറയാം, ചക്കരമുത്ത് തൊട്ട് തന്നെ ആക്ടിങ് ചെയ്യുമ്പോഴും അവളുടെ ശ്രദ്ധ മുഴുവൻ ക്യാമറയുടെ ബാക്കിലേക്ക് പോകും. അവിടെ സാറിന്റെ കൂടെ പോയി നിന്ന് നോക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. ലോഹിത സാറിന്റെ. അപ്പോഴേ അറിയാം, എല്ലാം നോക്കി എല്ലാം പഠിക്കും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോഹിത സാറായിട്ട് കണക്റ്റഡ് ആയതും അങ്ങനെയായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ എന്താ പറയാ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷന്റെ ഒരു കോർഡിനേറ്ററെ കൊണ്ടുപോയത്. പുള്ളി പറഞ്ഞത് ലോഹിത സാറായിട്ട് പരിചയപ്പെടാലെന്ന് വെച്ചിട്ടാണ് കൊണ്ടുപോയത്. തൃശ്ശൂർ തന്നെയായിരുന്നു ലൊക്കേഷൻ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ പോലെ മോണിറ്ററിന്റെ പിന്നില് പോയി നിൽക്കുമായിരുന്നു. ഷോർട്ട് കഴിഞ്ഞ് ഞാൻ മോണിറ്ററിന് പിന്നിൽ. അങ്ങനെയാണ് ലോഹിത സാറിന്റെ അടുത്ത് സംസാരിക്കുന്നതും. സാറിന് തന്നെ ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഒരു ഇതായിട്ട് മൈൻഡിൽ കൊണ്ടടക്കുന്ന ഒരു ഹാപ്പി മൊമെന്റ്സ് ആണ് അതൊക്കെ. കാരണം ഭയങ്കര കാര്യമായിട്ട് സിനിമ ചെയ്യണം, നായികയാവണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ നമ്മളെ സപ്പോർട്ട് അങ്ങനെ സംസാരിച്ചിട്ടുള്ള ഒരു സാറാണ്. സാറെന്ന് പറയണ്ട, എന്നെ അങ്കിൾ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ, ലോഹി അങ്കിൾ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണക്ഷൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഞാൻ മോണിറ്ററിന്റെ അവിടെ പോയി നിൽക്കുമായിരുന്നു അന്ന്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്ര ശ്രദ്ധിച്ചിട്ടില്ല. അന്നൊരു ഫ്ലോ, അതും ഒരു ഫ്ലോ. ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ സംഭവം മനസ്സിലാക്കിയത് ചെയ്യാൻ പോയപ്പോ ഡയറക്ഷന്റെ പരിപാടിക്ക് തുടങ്ങിയപ്പോ ശരിയാണ്, നമ്മളിത് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് സിനിമയുടെ എക്സ്പീരിയൻസ് അഭിനയിച്ചിട്ടുള്ള. അപ്പോൾ എന്താണ് പ്രോസസ്സ് എന്ന് നമുക്കറിയാം. ഒരു ബേസിക് ഐഡിയ ഉണ്ടല്ലോ, അത് ഹെൽപ്ഫുൾ ആയിരുന്നു ചെയ്തത്. ആദ്യം ഞാൻ മ്യൂസിക് വീഡിയോ ഡയറക്റ്റ് ചെയ്യുക ചെയ്തത്. എൻ്റെ ഹെൽപ്പ് ചെയ്യാൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അമീറേട്ടനും നൈനാനും 2 പേരുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവരുടെ ഹെൽപ്പ് കൊണ്ട് അങ്ങനെ നമ്മൾ ഋത്വ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്താ പറയാ മഹാവീരറിൽ എത്തുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിയും വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഷൈൻ സാറിൻ്റെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ അതാണ് ചെയ്തത്. ജ്യൂസ് കുടിക്കൂ പ്ലീസ്. കുടിക്കണല്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കുന്നുണ്ട്. അമ്മേനാണ് നമ്മൾ ഇനി സംസാരിപ്പിക്കേണ്ടത്. ഞാൻ സംസാരിച്ചോണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? അമ്മയെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ചോദിക്കാം. ഈ മമ്മി എന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മമാർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞത്. അത് ശരി. അല്ല, അപ്പൊ അമ്മേനോട് ചോദിക്കട്ടെ, അമ്മയുടെ പാസ്റ്റ് ടൈം, അമ്മയുടെ ഹോബീസ് എന്താണ്? അമ്മയുടെ എന്താ പറയാ ഒരു റിക്രിയേഷൻ എന്താണ്? ഞാൻ ചെറുപ്പത്തില് ഡാൻസ് ചെയ്യായിരുന്നു. 10ാം ക്ലാസ് വരെ ഡാൻസ് ചെയ്തു, ഡിഗ്രി വരെ ഡാൻസ് ചെയ്തിട്ടുണ്ട്.
അത് കഴിഞ്ഞ് പിന്നെ മാരേജ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹോട്ടൽ ബിസിനസ് ഒക്കെ ആണല്ലോ, അപ്പം അതിൽ ചെയ്തു. പിന്നെ എൻ്റെ ഇടയിൽ കുറച്ച് നാൾ ബാങ്കിൽ വർക്ക് ചെയ്തു. പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് വീണ്ടും വീട്ടിൽ ഒതുങ്ങിക്കൂടി. ഓക്കെ, അമ്മയോട് കുറച്ച് എന്താ പറയുക കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാം. അമ്മയുടെ എന്ത് ക്യാരക്ടേഴ്സ് ആണ് അമ്മ ജയശ്രീയിൽ കാണുന്നത്? അതായത് അമ്മ ഇപ്പം പറയില്ല അത് ഞാൻ ചെയ്യുന്നത് എന്നെ പോലെയാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അമ്മമാര് കണക്ട് ചെയ്യും പെട്ടെന്ന്, ഞാൻ ചെയ്തതാണല്ലോ, അങ്ങനെ എന്ത് ക്യാരക്ടറാണ് ചെയ്യുന്നത്? ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ല, എന്റെ പക്വത തന്നെയാണ് കൃത്യമായി കിട്ടിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഭയങ്കര അനലൈസ് ചെയ്ത് പക്വതയോടെ ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ട്യൂഷനൊക്കെ എടുത്തിരുന്നു കേട്ടോ. ട്യൂഷനൊക്കെ എടുക്കും. ട്യൂഷനൊക്കെ എടുക്കുന്നു, അപ്പൊ തന്നെ ടീച്ചറായി. അല്ല, പണ്ട് എനിക്ക് ആഗ്രഹം ടീച്ചർ ആവണമെന്നായി. അത് ശരി. പിന്നെ മാറിയിട്ട് ആണ് ബികോം എടുത്തത്. പ്ലസ് ടു ഡിഗ്രിക്ക് പ്രീ ഡിഗ്രിക്ക് കോമേഴ്സ് എടുത്തതൊക്കെ. അത് എടുത്തപ്പോ പിന്നെ ടീച്ചറുടെ മാറിപ്പോയി. പിന്നെ ബാങ്കിൽ കുറച്ച് നാൾ നോക്കി, പിന്നെ വേറെ നോക്കിയപ്പോ പിന്നെ നടക്കാണ്ടായപ്പോ നിർത്തിയതാണ് അത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനേ നിങ്ങള് ഇത് ജയശ്രീക്കാണ് കേട്ടോ. അതായത് ഹൗ വെൽ യു നോ യുവർ മം. ഒരു ചെറിയ റൗണ്ടാണ്. അമ്മ എന്റെ കൂടെ നിൽക്കണം, ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അമ്മയാണ് പറയേണ്ടത്. അതല്ല സത്യം. നമ്മള് എന്താ പറയാ, കുറച്ച് ടിസ്റ്റുകൾ കുറച്ച് ടേണുകൾ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാം അറിയുമായിരിക്കും. ഇത് നോക്കാം നമുക്ക്. അപ്പോ സ്റ്റാർട്ട് ചെയ്യട്ടെ എങ്ങനെയാണെങ്കിൽ ഞാൻ. റൗണ്ടിന്റെ പേരാണ് ഹൗ വെൽ ഡു യു നോ യുവർ മദർ. കേട്ടോ, അമ്മയുടെ ബർത്ത്ഡേ എന്നാ? ജൂൺ 7, 1972. പറഞ്ഞാണോ അമ്മ? കറക്റ്റ്. ഓക്കെ, കുറച്ചും കൂടെ ലെവൽ ഒന്ന് കൂട്ടാണ്. ബർത്ത് ടൈം എന്താ? എനിക്ക് തന്നെ അറിയില്ല, കൺഫ്യൂഷൻ ആണ്. അത് കറക്റ്റ് ആണ്, എനിക്ക് തന്നെ കറക്റ്റ്. അപ്പൊ അത് നമുക്ക് മാർക്ക് കൊടുത്തേക്കാം അല്ലേ? അത് ചോദിക്കണമെങ്കിൽ അമ്മൂമ്മയുടെ അടുത്ത് പോകേണ്ടി വരും. ഓക്കെ, വെജ് ടെമ്പൂര. ഓക്കെ, ചിക്കൻ യാക്കിറ്റോറി ആൻഡ് വെജ് ടെമ്പൂര. സാലഡ്. ഓൾറൈറ്റ്. അപ്പം ഹോളിഡേ ഇൻ സ്പെഷ്യലായിട്ട് നമുക്ക് ഒയാസിസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ചിക്കൻ ടെമ്പൂര. ദിസ് ഇസ് ചിക്കൻ ടെമ്പൂര, റൈറ്റ്? വെജ് ടെമ്പൂര ആൻഡ് ചിക്കൻ യാക്കിറ്റോറി. ഓക്കെ, ചിക്കൻ യാക്കിറ്റോറി ആൻഡ് വെജ് ടെമ്പൂര നമുക്ക് സ്പെഷ്യലായിട്ട് സെർവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഫുഡ്. യെസ്, ഒയാസിസ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. കഴിച്ചിട്ട് സംസാരിച്ചോളൂ. ഞാനാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് ശരി. ഹാവ് എ ബൈറ്റ്, ചെറിയൊരു ബൈറ്റ് എടുത്തോളൂ. നോ വരി. ഹോളിഡേ ഇൻ സ്പെഷ്യൽ ആണ് ഒയാസിസ് റെസ്റ്റോറൻറ്റ്. വെജ് ടെമ്പൂര. ഓക്കെ, അമ്മ ടേസ്റ്റ് ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയുടെ ബർത്ത് പ്ലേസ്? ഡൽഹിയിലാണോ ചോദിച്ചത്? അതെങ്ങനെ ഡൽഹി എന്തോ ഒരു കണക്ഷൻ അങ്ങനെ? അത് ശരിയാ. പറഞ്ഞോളൂ, അമ്മ കഥ പറഞ്ഞോളൂ. ഡൽഹിയിലാണ് അച്ഛൻ അശോക് ഹോട്ടലിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഡൽഹി അശോക് ഹോട്ടലിൽ. അപ്പൊ അവിടെയായിരുന്നു. പിന്നെ ഒരു 3ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് നാട്ടിലേക്ക് എത്തിയത് ഞങ്ങൾ. അത് ശരി. അമ്മയും 3 വയസ്സായപ്പോഴാണ് അവർ നാട്ടിലേക്ക് വന്നത്. ഓക്കെ, നൈസ്. ഹോസ്പിറ്റല് പോലെ ഏതാന്ന് കാണിച്ചു തന്നെ. നമ്മൾ ഡൽഹി പോയായിരുന്നു. അപ്പൊ പോയപ്പോ പോണ വഴിക്ക് കാണിച്ചു തന്നായിരുന്നു. ഇതാണ് അമ്മൂമ്മ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര നല്ലൊരു അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് കിട്ടി. അമ്മസ് ഫേവറേറ്റ് കളറോ? അയ്യോ, ഫേവറേറ്റ് കളർ എന്നൊക്കെ പറഞ്ഞാ അതിപ്പോ ഏത് പറഞ്ഞാലും അമ്മ അത് പറയും. പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നു നിങ്ങൾ ഓൾറെഡി? ഡിസ്കഷൻ ഒന്നുമില്ല. ഓക്കെ, എന്നാലും ഒരു ഫേവറേറ്റ് കളർ അമ്മയുടെ? ബ്ലൂ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെ. എനിക്ക് ഇന്ന ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഫേവറേറ്റ് ഏതെങ്കിലും ബ്ലാക്ക് ഉണ്ടോ? ഏതാ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ചെറുതായിട്ട് കിട്ടി. ഇത് അമ്മയുടെ സാരി. ഓപ്ഷൻ പറഞ്ഞു.
ആ ഇത് അമ്മയുടെ സാരിയാ. ഇത് ആക്ച്വലി ഋത്വേടെ സാരിയാണ്. ഋത്വേടെ സാരിയാണ് രണ്ടും. നൈസ് 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 നൈസ്. അടിപൊളി സെലക്ഷൻ ആണ്. ആഹാ നൈസ് നൈസ്. ഓക്കെ, അമ്മയുടെ ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ്? മീൻ ഒരു പ്ലേസ് ആണ് അതോ മൗണ്ടൻസ് ഓഷ്യൻ? എങ്ങനെയാണെങ്കിലും എനിവേ യുവർ കോൾ. അമ്മയ്ക്ക് ഇപ്പം പോണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഫേവറേറ്റ് മീൻ താല്പര്യമുള്ള കാശ്മീർ പോണം. അതുപോലെ ഒരു സ്ഥലം മൗണ്ടൻ. എന്താ വെച്ചാൽ ഞങ്ങൾ പോയിരുന്നു, ഞാൻ പോയത് ആക്ച്വലി. അപ്പൊ അത് കണ്ടപ്പോ അച്ഛനും അമ്മയ്ക്കും അത് പോണമെന്നുണ്ട്. അപ്പൊ അതങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതങ്ങനെ ഒരു താല്പര്യം ഉണ്ട്. അപ്പൊ കാശ്മീർ ട്രിപ്പ് ഉടനെ തന്നെ നടക്കട്ടെ. ഓക്കെ, അമ്മാസ് ഫേവറേറ്റ് ഫുഡ്? അയ്യോ എന്താ പറയാ, ചോറും കറി. എന്താ പറയാ, കറി എന്തെങ്കിലും ഒരു കറി. അമ്മയുടെ ഫേവറേറ്റ് കറി? അമ്മ പറഞ്ഞോളൂ. എന്റെ മാമ്പഴക്കൂട്ടാനാണ്. മാമ്പഴക്കൂട്ടൻ. ഓക്കെ, അമ്മ ഇതിപ്പോ ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ, അമ്മ ഉണ്ടാക്കുന്നതിൽ ബെസ്റ്റ് എന്നല്ലെങ്കിൽ ഭയങ്കര ഇടയ്ക്ക് നമ്മൾ ക്രേവ് അടിക്കില്ലേ വീട്ടിൽ നിന്നൊക്കെ മാറിയിരിക്കുമ്പോ, അമ്മയുടെ അമ്മയുടെ അവിയൽ അല്ലെങ്കിൽ അമ്മയുടെ അങ്ങനെ ഏതാ? കൂർക്കുപ്പേരി. അത് പലരും വെക്കും, പക്ഷെ എനിക്ക് അമ്മ വെക്കുന്നതാണ് ഏറ്റവും. എന്താണ് അമ്മ വെക്കുന്നതിന്റെ സ്പെഷ്യാലിറ്റി? അതെന്താ സ്പെഷ്യൽ എന്നറിയില്ല. അമ്മ വെക്കണേ അമ്മ പറയും എന്താ അമ്മ സ്പെഷ്യൽ? സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മള് എന്താ പറയാ നമ്മള് ഇഷ്ടത്തോടുകൂടി വെക്കുമ്പോ സ്പെഷ്യൽ ആയിട്ട് കടലുപ്പേരി ഇഷ്ടമാണ് അമ്മ വെക്കുന്നത്. പിന്നെന്താ മാമ്പഴക്കൂട്ടൻ അമ്മയുടെ അമ്മൂമ്മയുടെ അടിപൊളിയാ. അപ്പൊ അതുപോലെ അമ്മയുടെയും ഇഷ്ടമാറുണ്ട്. പക്ഷെ സ്പെഷ്യലി ഇപ്പൊ പെട്ടെന്ന് മീൻ അതന്നെയാ കൂർക്കുപ്പേരി. ഓക്കെ, അമ്മയുടെ ഹോബി എന്താന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ പറയാം. ഹോബി ഇപ്പൊ ഡാൻസ്, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും പാട്ട് പാടും. വെറുതെ പാട്ട് പാടും. പിന്നെ ഡാൻസ് ഇങ്ങനെ ചെറിയ കൈ കൊണ്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യും. അപ്പൊ ഞാൻ ഇടയ്ക്ക് മുമ്പൊന്നും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലല്ലോ. മീൻ അമ്മ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ വെറുതെ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ തിരുവാതിരക്കളിയൊക്കെ സ്റ്റേജിൽ കളിക്കുമ്പോ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അടിപൊളി. അപ്പം ഈ ഗ്രോയിങ് അപ്പ് നമ്മൾ അമ്മ എന്തായാലും ഒരു കാര്യം അമ്മ റിയലി ഇറിറ്റേറ്റഡ് ആവും. അപ്പൊ അമ്മ ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടത് എന്തിനാ അമ്മയുടെ അടുത്ത്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ എനിക്ക് ഏറ്റവും വഴക്ക് കെട്ടിക്കൊണ്ടിരുന്നത്, അതായത് കുളിച്ച് കഴിഞ്ഞിട്ട് വെട്ടവൽ എടുത്തിട്ട് ബെഡിലിടും. അതിനെപ്പോഴും വഴക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ഒരു സാധനം ഉണ്ടാവല്ലോ, നമ്മള് അങ്ങ് എന്താ പറയാ നമ്മളെ കൊണ്ട് മാറ്റാനും പറ്റുന്നില്ല. എന്താ ദേഷ്യപ്പെടാറുണ്ട് എന്തൊക്കെയോ ചെറുപ്പത്തിലൊക്കെ എന്തൊക്കെയോ കാര്യത്തിന്. അങ്ങനെ പറയും. എന്തായിരിക്കും എനിക്ക് ഓർമ്മ. ചെറുപ്പത്തിലൊക്കെ പുതപ്പ് അങ്ങനെയൊക്കെ പുതപ്പ് വിരിക്കുന്നതിനുള്ള. അല്ല അത് പിന്നെ തമാശയാണ്. അല്ല പുതപ്പ് വിരിക്കും, അത് അമ്മ ചീത്ത പറയണതല്ല, അത് വേറെ കഥയാ. മീൻ എന്താ വെച്ചാ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതല്ല അമ്മ പുതപ്പിന്റെ കാര്യം പറഞ്ഞ എന്താ വെച്ചാൽ ചെറുപ്പത്തില് മീൻ നല്ല ചെറുപ്പത്തിലിട്ടാ എത്രയും വയസ്സ് 3-4 വയസ്സുള്ളപ്പോ തന്നെ മീൻ വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാ മീൻ നമ്മൾ പുതപ്പ് ഇങ്ങനെ വിരിക്കുമല്ലോ. അപ്പൊ വിരിച്ചു കഴിഞ്ഞാ ഞാനിങ്ങനെ ശരിയായില്ല അങ്ങനെ പറയാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പറയണം. മീൻ അച്ഛനിങ്ങനെ പിന്നെ ശേഷമൊക്കെ പറയാറുണ്ട്, എനിക്കത് എത്ര വിരിച്ചാലും ശരിയായില്ല എന്നിങ്ങനെ പറഞ്ഞ് ഇവരെ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അത് അമ്മയുടെ വേഷം പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞു അതായത് നല്ല രസം. അതായത് കാലിങ്ങനെ ഡൈക്കിട്ട് പറയും ശരിയായില്ല. എങ്ങനെ ക്ലീൻ ആക്കി വിരിച്ചിട്ടാലും പറയും ശരിയായില്ല എന്ന്. അവളുടെ ഒരു ഇതുണ്ട്, എങ്ങനെയാണോ അവൾ മനസ്സിൽ തോന്നില്ലേ അതുപോലെ കറക്റ്റ് ആക്കി ചെയ്താൽ മാത്രം ഓക്കെ ആവും. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പം ജയശ്രീ ചെയ്തതിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതിലാണ്? എല്ലാം ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഒരു സ്പെഷ്യൽ അത് നന്നായി പെർഫോം ചെയ്തു, അത് അടിപൊളിയായിരുന്നു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഏതില്ലായിരിക്കും? ഫസ്റ്റ് ചെറുപ്പത്തിൽ ചെയ്ത ബ്രഹ്മരത്തിൽ തന്നെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്നു നമുക്ക് ആ ചെറുപ്പകാലം. അല്ലെങ്കിൽ ചെറുപ്പം നമുക്കൊരു അത് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. സൂപ്പർ. അമ്മയുടെ ഷൂ സൈസ് ഏതാ? ഞങ്ങളുടെ ഏകദേശം സെയിമാ. അമ്മയ്ക്ക് തന്നെ അറിയില്ല സൈസ് എന്ന് പറയാൻ. ഞാൻ പോയി നമുക്ക് മാച്ച് ചെയ്യുന്ന നമ്മളെങ്കിൽ എടുക്കും. അമ്മയുടെ ഫേവറേറ്റ് ആക്ടർ? ഹിന്ദി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദിയാണ്. അമ്മയ്ക്ക് ഹിന്ദി സിനിമകളോടും ഹിന്ദി പാട്ടുകളോടൊക്കെ താല്പര്യമുണ്ട്. മേ ബി അവിടെ ജനിച്ചോണ്ടാവൂല്ലേ ഡൽഹിക്ക്. 3 വയസ്സല്ല 3ാം ക്ലാസ് വരെ. 3ാം ക്ലാസ് വരെ. അപ്പൊ എന്തായാലും കേൾക്കുമല്ലോ ഡെഫിനറ്റ് ആയിട്ട്. അമിതാഭ് ബച്ചൻ. ഓൾറൈറ്റ്. അടിപൊളി. ഫേവറേറ്റ് ആക്ട്രസ് എങ്ങനെയാണെങ്കിൽ ജയശ്രീ എന്ന് പറഞ്ഞു വേണമെങ്കിൽ? ശോഭനയാണ്. അല്ല അതല്ല ആരാണ്? മഞ്ജു.
കണ്ടപ്പോ ഭയങ്കര സന്തോഷം സംസാരിക്കാൻ. ആദ്യമായിട്ട് ഞാൻ പോയി സംസാരിച്ചത് മഞ്ജു വാര്യരോടാ. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്? അത് ഇപ്പോഴാണ് ആക്ച്വലി കൂടുതൽ ഇങ്ങനെ കോണ്ടാക്ട്. ഇപ്പൊ കോവിഡിന് ശേഷമാണല്ലോ ഇപ്പൊ ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ഒക്കെ വന്നത്. അപ്പൊ ലിസി കോളേജിലെ പഠിച്ചപ്പോ അവരെ ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടായിരുന്നു. 3-4 പേരുകൾ പറയാറുണ്ട്. രഞ്ജിനി, പിന്നെ എന്തായിരുന്നു, അത് മാത്രമേ അത്ര പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പേര് ഓർമ്മ വരുന്നില്ല. ഓക്കെ, ഇതെന്തായാലും ചോദിക്കണല്ലോ. അമ്മയുടെ ഫേവറേറ്റ് സിബ്ലിംഗ് ആരാ? അമ്മ ഒരാളായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു അമ്മയുടെ ഫാമിലി? 2 പേര്. എന്നാലും നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മളുടെ അവരുടെ കസിൻസ് കാര്യങ്ങൾ. അപ്പൊ അതിൽ അമ്മയ്ക്ക് എന്തായാലും ഒരു ഫേവറേറ്റ് സിബ്ലിംഗ്, സിസ്റ്റർ അല്ലെങ്കിൽ മീൻസ് കോ സിബ്ലിംഗ് ഇസ് ഓൾവേസ് ദെയർ. നമ്മുടെ സിബ്ലിംഗ് ബട്ട് അതർ ദാൻ ദാറ്റ് കസിൻസ് ഉണ്ടാവുമല്ലോ സർക്കിളിൽ. അങ്ങനെ അമ്മ പറയില്ല രമചേച്ചി അടിപൊളിയാണ്, അവര് സംസാരിക്കുന്നത്, അങ്ങനെ ഒരാളെ എപ്പോഴും മെൻഷൻ ചെയ്താറുണ്ട് ഒരു ഫേവറേറ്റ് സിബ്ലിംഗ്. ചെറിയൊരു അടിക്കുള്ള വകയാണ്. അപ്പൊ ഇത് കഴിയുമ്പോ പറയേ നിന്നലെ എന്റെ പേര് പറഞ്ഞില്ലല്ലേ? പക്ഷെ കൂടുതൽ കണക്ട് ആയിട്ടുള്ളത് ഇപ്പൊ മധുമാമൻ, രണ്ടാമത്തെ അനിയന്റെ അടുത്താണ് കൂടുതൽ കണക്ട് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറയാം. ആണോ അമ്മ? ആ, മധുമാമനാണ്. ഓക്കെ. അമ്മയുടെ ഗ്രാൻഡ് ഫാദറിന്റെ പേരെന്താ? കഴിഞ്ഞു. അമ്മയുടെ ഗ്രാൻഡ് ഫാദറിന്റെ പേര്? അമ്മയുടെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് പെട്ടെന്ന് അമ്മയെ മറന്നുപോയി. ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വന്നേരല്ലേ? അല്ല, അങ്ങനെ ചെറുപ്പത്തിലെ അച്ചാച്ചൻ മരിച്ച കാരണം അങ്ങനെ അങ്ങനെ പേര് വിളിച്ചിട്ടുള്ള അറിവില്ല. ഓക്കെ, നോ പ്രോബ്ലം. അമ്മയുടെ ഫോണിന്റെ വാൾപേപ്പർ ഏതാ? ഇപ്പൊ പ്ലെയിൻ, പുതിയ ഒരു ഫോൺ വാങ്ങിച്ചു. ഇപ്പൊ പ്ലെയിൻ മീൻ നമ്മളെ നോർമൽ കസ്റ്റമർ ഇതിൽ തന്നെ കിട്ടണം. പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല, വാൾപേപ്പേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, നല്ലൊരു വാൾപേപ്പർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്റെ ഫോട്ടോ തന്നെ അങ്ങനെയാണല്ലോ അല്ലെ, മക്കളുടെ ഫോട്ടോസ് അല്ലേ വാൾപേപ്പർ. അതെ. ഇല്ലെങ്കിൽ ദൈവങ്ങൾ, ഇല്ലെങ്കിൽ നമ്മളെ ദൈവങ്ങളുടെ ഫോട്ടോസ് ഇടില്ല. അല്ല, അങ്ങനെ മീൻ അതിന് സാധ്യത അത്ര വിശ്വാസിയല്ലാതാണോ? അത്ര വിശ്വാസിയല്ല, അങ്ങനെ ഭയങ്കര ഒരു അമ്പലവാസി അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അടിപൊളി. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യും. അമ്മ ചിക്കൻ നോൺ വെജ് കഴിക്കില്ല. അമ്മ നോൺ വെജ് കഴിക്കില്ല. സോ യു ക്യാൻ ട്രൈ. ഇതിനൊരു പേര് പറഞ്ഞു, ചിക്കൻ സംതിങ് എന്നായിരുന്നു പറഞ്ഞത്. ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്, ഇങ്ങനത്തെ ഒരു പേരുകളൊക്കെ എങ്ങനെ ഓർത്തു വയ്ക്കും. അതെ, ഇത് എനിക്ക് മനസ്സിലായി. വെജ് തമ്പുരാൻ. കിട്ടി. വെജ് തമ്പൂര പറഞ്ഞു. ഇതിനെന്തോ ഒരു ഡിഫിക്കൽട്ട് പേരാണ് പറഞ്ഞത്. ബട്ട് സാലഡ് ജസ്റ്റ് നമുക്ക് വേണ്ടി ഹോളിഡേ ഇൻ ഒയാസിസ് റെസ്റ്റോറൻറ്റ് സ്പെഷ്യലായിട്ട്. ലെറ്റ് മീ ഫിഗർ ദിസ് ഔട്ട്. ഇനി നമുക്കൊരു ഫോട്ടോ റൗണ്ടാണ് ഉള്ളത്. ഇതിൽ കുറച്ച് മെമ്മറീസ്. ദിസ് ഓൾസോ ഇസ് ലൈക്ക് നൈസ്. വെജ് ആണിത്. ഐ ഹോപ്പ് ദിസ് ഇസ് വെജ്. ഇത് വെജ് ആണ്. അത് വെജ് അല്ല. വെജ് അല്ല, ചിക്കൻ ആണെന്ന് പറഞ്ഞിരുന്നു. വെജിറ്റബിൾസ് ആണ്. സോസിൽ എന്തോ ഒരു അല്ല, വെജാണ്. നൈസ്. ആ സോസിന്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഗുഡ്. ഐ ജസ്റ്റ് ട്രൈ ദ ചിക്കൻ. ആക്ച്വലി ഐ തിങ്ക് Okay, let's go with the. ഞാൻ വളരെ കഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. കുറെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു, ഫേസ്ബുക്ക് അക്കൗണ്ട് ചെയ്തു. അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് രസമുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോസ്. ഇത് എനിക്ക് ഫസ്റ്റ് വൺ ഇസ് ലൈക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു കൊളാജ് ഇട്ടതാണ്.
ഐ തിങ്ക് ദിസ് ഇസ് റിയലി ഈ മുഴുത്ത മമ്മൂക്കയുടെ കൂടെയുള്ള ഏത് ഷൂട്ടിംഗ് ഫസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയത് അത് പോത്തമ്പാവ. പിന്നെ ഇത് അമ്മയുടെ മീറ്റിംഗിന്റെ ഇടയിലെടുത്ത് അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് +2 കഴിഞ്ഞ പാടെയാണോ ഈ മീറ്റിംഗിൽ അല്ലേ? +2 കഴിഞ്ഞിട്ടല്ല, ഡിഗ്രിയും കഴിഞ്ഞ്. മീൻ എനിക്കൊരു ആക്ച്വലി എന്താ പറയാ, എനിക്കൊരു ആക്സിഡന്റ് പറ്റിണ്ടായിരുന്നു. അതിനുശേഷം ഇതാണ്. അപ്പോൾ അതിനുശേഷമുള്ള സന്തോഷം ഫസ്റ്റ് പോയ മീറ്റിംഗ് ആണ്. ഓക്കെ ഓക്കെ. ഈ ആക്സിഡന്റ് എവിടെ ടൂർ പോയപ്പോഴാണോ? അതെ അതെ, ഫാമിലി ആയിട്ട് പോയപ്പോൾ സംഭവിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് മീൻസ് ലൈക്ക് ഇതിപ്പോഴും വാൾപേപ്പർ ആയിട്ട് കിടക്കുന്നു. ഇത് ആക്ച്വലി വേറെ സത്യം പറഞ്ഞാൽ എന്റെ ഫേക്ക് പേജിന്റെ വാൾപേപ്പർ ആയിരിക്കും താങ്കൾ കണ്ടത്. അത് കനി എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അത് അത് എപ്പോഴാണ് ചെയ്തത്? +2 ആ സമയത്ത് അല്ല, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ചെയ്തതാ. കനി എന്ന് പറഞ്ഞിട്ടൊരു മൂവി. ആ മൂവിയിലത്തെ ലൊക്കേഷനിലുള്ള ഫോട്ടോ ആണ്. ഓ നൈസ് നൈസ്. ഡിഗ്രി പഠിക്കുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും ഇത് ഞങ്ങള് ഫാമിലി ആയിട്ട് കൊച്ചിയില്, ഞാൻ കൊച്ചിയുടെ സെറ്റ് ആവുന്നതിന് മുമ്പ് വന്നതാണോ അതോ തുടക്കത്തില് സമയത്ത് കൊച്ചി വന്നിട്ട് തുടക്കത്തില് വന്ന ഞങ്ങള് ട്രിപ്പ് പോയി ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോ ആണ്. ഓക്കെ. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പണ്ട് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു ഫോട്ടോ. ഇത് വെൺമേഘം എന്ന് പറഞ്ഞ സിനിമ ഞാൻ 10ൽ പഠിക്കുമ്പോ ഒരു തമിഴ് സിനിമ ചെയ്തിരുന്നു. വിദാർത്ഥ രോഹിണി മാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഇടയിലെടുത്ത ഫോട്ടോ ആണ്. ഒരു കട്ട ദുൽഖർ ഫാൻ ആണെന്ന് ഇങ്ങനെ പലരും പറയുന്നു. ഇപ്പൊ ദുൽഖർ ഫാൻ ആണോ? അപ്പൊ ഇതാണ് അത് ഫസ്റ്റ് മീറ്റ് ചെയ്ത മൊമെന്റ് ആണ് ചെന്നൈയിൽ വെച്ചിട്ട്. ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു വെൺമേഘത്തിന്റെ എന്തോ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെന്നൈ പോയപ്പോ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് അന്വേഷിച്ച് പോയി കണ്ട് ഫോട്ടോ എടുത്തതാണ്. ഓക്കെ. ഇനി വൺ മോർ ഇതെപ്പോഴായിരുന്നു? ഇത് അമ്മ മീറ്റിംഗിന്റെ ഇടയിലാണ്. ഏത് വർഷാന്നെങ്കിൽ ഓർമ്മയില്ല. നമ്മള് എന്തായാലും ഭക്തജന ശ്രദ്ധയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ഉള്ളൊരു അമ്മ മീറ്റിംഗിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫോട്ടോ. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ജിക്കൂടേത് നൈസ്. പിന്നെ ഈ ഒരു കമ്പാരിസണും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അടിപൊളിയാണ്. പിന്നെ അമ്മയുടെ മീറ്റിംഗിന് ഒരു പ്രാവശ്യം കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടു ഇങ്ങനെ മമ്മൂക്ക പറഞ്ഞു, അതായത് ഔട്ട് ഓഫ് ഫുൾ വാങ്ങിയ ഒരാളുടെ അടുത്ത് നന്നായി പഠിക്കുന്നു പറയണ്ട, പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര മൊമെന്റ് ആണ്. ആ മൊമെന്റില് എന്താ പറയാ, എനിക്ക് ഋത്വ എന്ന് പറഞ്ഞ മ്യൂസിക് വീഡിയോ റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് മമ്മൂക്കയുടെ അടുത്ത് ചോദിച്ചപ്പോ നമുക്ക് ഓക്കെ പറഞ്ഞതിന്റെ സന്തോഷത്തിൽ എഴുതിയ പോസ്റ്റാണ് ആ ഫോട്ടോ കൊളാഷ് ചെയ്തിട്ടത്. അതിലെഴുതിയ പോസ്റ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ. എനിക്ക് അന്ന് അമ്മ മീറ്റിംഗിന്റെ ഇടയിൽ മമ്മൂക്ക പറഞ്ഞതും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തതിന്റെ സന്തോഷത്തിൽ എഴുതിയ പോസ്റ്റിന്റെ ഫോട്ടോ ആണ് ആ കൊളാഷ്. നമുക്കൊരു ഭയങ്കര ഒരു സപ്പോർട്ടാണ് എപ്പോഴും തന്നിട്ടുള്ളത്. അമ്മേനോട് അമ്മക്ക് ജയശ്രീ എന്നൊരു ഡയറക്ടറെ ആണോ അതോ ജയശ്രീ എന്നൊരു ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറെ ആയിരിക്കുമോ ഇഷ്ടം? ഡയറക്ടർ ആവണമെന്നാണ്, ആക്ടർ ആവണമെന്നാണ് അമ്മയുടെ ഒരു ആഗ്രഹം. പക്ഷെ നമുക്ക് എല്ലാം അച്ഛനാണെങ്കിലും ഇവരാണെങ്കിലും ആക്ടേഴ്സ് അഭിനയിക്കുക എന്നുള്ളതിനാണ് കൂടുതൽ താല്പര്യം. ഡയറക്ഷൻ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി എന്താ പറയാ അതിന്റെ ഒരു ടെൻഷൻ വേണമെങ്കിൽ ടെൻഷൻ അതിനുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ സംസാരിച്ചപ്പോ അച്ഛൻ നോ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും വേണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് അതിനാണ്. പറ്റുമോ, പറ്റണതാണോ, ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഡയറക്ഷൻ. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഡ്രീം അതുപോലെ തന്നെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. അപ്പം ഇത്രയും നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അമ്മയായിട്ട് എന്തായാലും ആ സന്തോഷം ഇതിലൂടെ സ്റ്റാർട്ട് ചെയ്ത, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതെ, അതിന്റെ സന്തോഷം എനിക്കുണ്ട്. അപ്പൊ അമ്മ എന്തെങ്കിലും സംസാരിച്ചു, അമ്മേനെ സംസാരിക്കാൻ വിട്ടോന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ക്യാബിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ ഞാൻ ആദ്യമേ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കൂട്ടത്തിൽ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്, സംസാരിക്കാൻ താല്പര്യം കുറവുള്ള ഒരാളാണ്. അപ്പോ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിരിക്കാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. അത് ഈ ചാനലായതിൽ ഒരുപാട് സന്തോഷം. കൗമുദി ചാനൽ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഋത്വ. അമ്മ ഞാൻ ചോദിക്കാം, പിന്നെ സാരി എനിക്കൊരു സാമ്പിൾ അയച്ചു തരണം. അപ്പം ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.